എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാനാണെങ്കിൽ വലിയ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈലിൽ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മഴക്കാറും ഉണ്ട്. പക്ഷേ ഇത് കുടമാരൊക്കെ ക്യാമറ തന്നെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേസ്, താങ്ക് യു. ഇത് പ്രത്യേക വൈബാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു റിസപ്ഷൻ അല്ല പ്രതീക്ഷിച്ചത്. ഇത് വേറെ ലെവലാണ്. താങ്ക് യു വെരി മച്ച്. ഫിലിം ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഭാര്യയും കൂടിയായ ജ്യോതിയുണ്ട്. പിന്നെ ഞങ്ങൾ ബൊഗൈൻവില്ല ടീമിൻ്റെ വീണയുണ്ട്, ശ്രിന്തയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ബ്രാൻഡായ സുഷിൻ ഷാനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേരിൽ, ബൊഗൈൻവില്ല ടീമിൻ്റെ പേരിൽ മഹാരാജാസിലെ ഇപ്രാവശ്യത്തെ ഫിലിം ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ഔദ്യോഗികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ഫോർ ദ ഓണർ. ഇത് ഞങ്ങൾക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാരാജാസിൽ പഠിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ഏതൊരു സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും ഒരു ഹൈലൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള ഒരുപാട് കലാകാരന്മാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രഗത്ഭര് കളിച്ച് വളർന്ന് പഠിച്ച് പോയ ഒരു കലാലയമാണ്. സോ ഐ എം സോ ഹാപ്പി. ബൊഗൈൻവില്ല ടീമിൻ്റെ ഒരു വിളംബര യാത്ര മഹാരാജാസിന്റെ രാജകീയമായ വേദിയിൽ തുടങ്ങാനായിട്ട് സാധിച്ചതിൽ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാനിവിടെ പഠിച്ചിട്ടുള്ളത് കേട്ടോ, 2013 സീനിയേഴ്സിൽ അല്ലേ. താങ്ക് യു. കറക്റ്റ്. ചെറിയ ചെലവാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കലാലയമായിരുന്നു. ആ ഒരു സമയം ശരിക്കും ഒരു കലാലയത്തിൻ്റെ ഏറ്റവും നല്ലൊരു പൾസ് ഫീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് അവസരം ഒരുക്കി തന്ന ഈ കലാലയത്തിന് അതിൻ്റെ പേരിൽ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. സോ ഒക്ടോബർ 17 നിങ്ങളുടെ ഇലക്ഷൻ്റെ സമയം കൂടിയാണെന്ന് തോന്നുന്നു. ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയം. എന്തായാലും അടിച്ചു പൊളിക്കുക. ഒക്ടോബർ 17 തന്നെയാണ് ബൊഗൈൻവില്ല നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് റിലീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. സോ വരിക, കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൊഗൈൻവില്ലയുടെ വിളംബര യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം ആ സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ദ എനർജി, താങ്ക് യു ഫോർ ദ റിസപ്ഷൻ, താങ്ക് യു ഫോർ ദ വൈബ്. സോ മഹാരാജാസ്, ഈ വർഷത്തെ എല്ലാ അവാർഡുകളും, എല്ലാ മത്സരവിഭാഗങ്ങളിലെ എല്ലാ സമ്മാനങ്ങളും നിങ്ങളാണ് ഒന്നാം സമ്മാനം നേടിയെന്ന് അറിഞ്ഞു. ശരിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പക്ഷേ എനിവേസ്, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്, ഓൾ ദ സ്റ്റുഡൻസ്, ഓൾ ദ ടീം, ദ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ്, ഇവിടെയുള്ളവരെല്ലാവരും അതിന്റെ പുറകിലും കൂടെ നിന്ന് പ്രവർത്തിച്ചതാണെന്ന് അറിയാം. അപ്പോൾ അത് ബിഗ് സല്യൂട്ട് ടു ദ മഹാരാജാസ് ടീം, മഹാരാജാസ് കോളേജ് ഫോർ വിന്നിംഗ് ഓൾ ദ കോമ്പറ്റീറ്റീവ് അവാർഡ്സ് ദിസ് ഇയർ. തുടരട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. നന്ദി. പാസിംഗ് ടു ദ യുവർ comrade. 93-95 ബാച്ചിലെ പ്രീ ഡിഗ്രി പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടുത്തെ ചെയർമാൻ ആയിരുന്നു. അമലിന് വേണ്ടി വോട്ട് ചെയ്ത ഒരാളും കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മഹാരാജാസ് വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബൊഗൈൻവില്ലയുടെ ഈ റിലീസിന് മുമ്പ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പസിലേക്ക് വരികയാണ്. താങ്ക് യു സോ മച്ച്. അതേപോലെ ടീച്ചേഴ്സ്, താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ഇതുപോലെ ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നതിനൊക്കെ. താങ്ക് യു ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. That's it. ഫ്രണ്ട് ഒന്ന് താന്നിരിക്കോ? ഇവിടെ മഴ പെയ്യുന്ന അതുകൊണ്ടല്ലേ. അപ്പൊ ഇതാണ് മഹാരാജാസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആക്ച്വലി ഇതിൻ്റെ അകത്തോട്ട് കയറണമെന്ന്. പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. കുറെ പുലിക്കുട്ടികൾ ഇറങ്ങിയ സ്ഥലമാണ് ആക്ച്വലി ഇവിടുന്ന്. സിനിമയിലാണെങ്കിലും പല ഫീൽഡിലാണെങ്കിലും എന്നെയും എനിക്കൊന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ സ്കൂളിംഗ് എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പം എന്നെയും എൻ്റെ സ്കൂളിൽ നിന്നായിരുന്നു എന്നെ കുറച്ചൊക്കെ ഞാൻ ആക്കിയത്. കാരണം ഇവിടുന്ന് ഇപ്പോൾ പ്രിൻസിപ്പൾ നമുക്ക് ട്രോഫി മൊത്തം കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരുടെ ആ സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടുത്തെ ഒരു വൈബ് എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും പടം കാണണം. പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, സ്തുതി. അപ്പം അടിപൊളി റെസ്പോൺസ് ആയിരുന്നു എല്ലാത്തിനും. താങ്ക് യു. അപ്പം പാട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് പാടും എന്തായാലും. താങ്ക് യു.
ശൃന്ദ. ഒരു കൊച്ചിക്കാരിയായിട്ട് എനിക്ക് മാരേജസിൽ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് ഈ കോളേജിൽ വന്നപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കും ഇവിടെ ഈ കോളേജിലൊന്ന് വന്ന് കയറണം. ഇവിടുത്തെ വൈബ് ഒന്നും പറയാനില്ല. 17-ാം തീയതി ബൊഗൈനില്ല റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ് അതിലുള്ള. ഞാനും ഉണ്ട്, പിന്നെ നിങ്ങളുടെ സ്വന്തം സുഷിയുടെ മ്യൂസിക് ഉണ്ട്. അപ്പൊ എന്തായാലും ബൊഗൈൻവില്ല 17-ാം തീയതി റിലീസാണ്. എല്ലാവരും പോയി കാണാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും സുഷിൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് മഹാരാജാസിലോട്ട് വരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അമലേട്ടനും ജ്യോതി ചേച്ചിയും പഠിച്ച ഈ കോളേജിൽ തന്നെ ഞങ്ങളുടെ കോളേജ് പ്രൊമോഷൻസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിന്. പിന്നെ ഞാൻ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാത്തിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് നിൽക്കുന്ന ആളല്ലായിരുന്നു. സോ വെൻ ഐ ആം ബിറ്റ്വീൻ യു ഗൈസ് എനിക്കത് തിരിച്ചു കിട്ടുന്ന പോലെ ഒരു ഫീൽ, ഞാൻ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങളായൊരു എനർജി തിരിച്ചു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബൊഗൈൻവില്ല 17th തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഫിലിം ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ആണല്ലോ. So there's only one advice: love cinema the most. It will definitely love you back. അമൽ നീരദ് ഫ്രെയിമിൽ വരിക എന്നുള്ളത് ഏതൊരു അഭിനേതാവിൻ്റെയും ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് ബൊഗൈൻവില്ല എന്ന സിനിമയിലൂടെ യാഥാർത്ഥമായതിൽ ഒരുപാട് സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു അമൽ നീരദ് ആൻഡ് ജ്യോതി ആൻഡ് വാട്ട് എ കം ബാക്ക് അല്ലേ. സോ ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് ഹോപ്പ്ഫുള്ളി ദ ഫിലിം ഓൾസോ അത് എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അമൽ നീരദ് സിനിമയിൽ നിന്നും ഒരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് നല്ല ടെക്നീഷ്യൻസിൻ്റെയും കൂടെയുള്ള കോ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രസൻസും അതിനെ ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ജ്യോതിയുടെ തിരിച്ചുവരവ്, ഫഹദിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, വീണ, ഷർഫുദ്ദീൻ, ശ്രിന്ദ, ജിനോ, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ അമൽ നീരദ് ഫ്രെയിമിൻ്റെ മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ബൊഗൈൻവില്ല പൂത്തുലയുന്ന ഒരു സിനിമ തന്നെ ആവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് സുഷിൻ ശ്യാം, ആനന്ദ് സി ചന്ദ്രൻ, വിവേക് ഹർഷൻ, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഒരു കൂട്ടായ്മ കൂടെ ആകുമ്പോൾ നത്തിങ് ലെസ് ദാൻ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ളൊരു മൂവിയാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഓൺ October 17th ഓൺവേർഡ്സ് അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ദാറ്റ്സ് അവർ റിക്വസ്റ്റ്. ഒരു ഡാൻസ്, ഒന്നൊന്നര ഡാൻസ് ചെയ്യാമെന്ന് നോക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്തുതിയിലെ ഡാൻസ് സ്റ്റെപ്സ് ഞാനും ജോയി വളരെ പേടിച്ചിട്ട് ചെയ്തതാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്നത് ചില്ലറ കളിയൊന്നുമല്ല കളിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു രീതിയിലുള്ള ഒരു വൈബിലുള്ള ഒരു മൂവ്മെൻറ്റ്സുള്ള ഒരു കൊറിയോഗ്രാഫി, ഒരു പാട്ടും വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സ്തുതി സോങ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. സ്റ്റെപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? വാ, ആർക്കൊക്കെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളൂ? ചെയ്യോ? ആരാ? അജി. നമ്മൾ പഠിപ്പിച്ചു തരാം. പാട്ടെന്തായാലും എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഓടിപ്പോ. വാ, പഠിപ്പിച്ചു തരാം. ഉറപ്പായിട്ട് പഠിപ്പിച്ചു തരാം. വാ, ഒരാളെ കിട്ടി. ഇനി ആമ്പിള്ളേരാരും ഇല്ലടേ. ചുണക്കുട്ട ഉണ്ടോ? ആരാണ് നീ? വേണം, നീ എല്ലാ ഫ്രെയിമിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വേറൊരാൾ വരും. ഒരാളും കൂടെ വന്നു. ഇനി നമ്മുടെ പയ്യൻ സീമുകളാരുള്ള? വാ. ആ നീലക്കുപ്പായക്കാരന് കൈ മാത്രം പൊയ്ക്കുള്ളൂ, ആള് വരുന്നില്ലേ? എല്ലാരും അങ്ങോട്ടും കൊണ്ട് ചൂണ്ടി കാണിക്കാതെ ഒരാൾ കൈപോക്കിട്ട് വായോ. ഓക്കെ, ഇവിടെ ഒരാളെ കിട്ടി. എന്റെ അമ്മേ, കാലോടിയരുത്, എന്നെ പിടിച്ച് വലിക്കരുത്. ഓക്കെ, ഓക്കെ. യെസ്, ആളെ കിട്ടിയിട്ടുണ്ട്. ഒരാളും കൂടെ ഉണ്ടോ? നമുക്ക് കോറം പൂർത്തിയാക്കാൻ. ഇത്രയും വരെ വെച്ച് അഡ്ജസ്റ്റ്. നൈസായിട്ട് കയറി വന്നല്ലോ. ഓക്കെ, പേരെന്താ? അനന്തു, സ്നേഹ, ആദിത്യ, പ്രണവ്. ഓക്കെ, അപ്പൊ ഇവരെ വെച്ചിട്ട് നമുക്ക് ചെറിയ പരിപാടി ചെയ്യാം. സ്റ്റെപ്സ് അറിയാമല്ലോ അല്ലേ? പഠിപ്പിച്ചു തരണം. ആദ്യം ഇങ്ങനെ
ഈ കൈ 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 മുദ്ര ശ്രദ്ധിക്കണം. കൈ ഇങ്ങനെ തോന്നും, ഇങ്ങനെ ഹോസ്പം പിടിച്ചോണ്ടിരിക്കുന്ന കുറച്ച് ബാക്കിലോട്ട്. ഇനി സ്പീഡ്. ആ ഫ്രണ്ടിൽ ഒന്ന് താന്നില്ല. അവനോട് അവിടെ കിട്ടി, അവിടെ ഏകദേശം കിട്ടി. അല്ല ഓടില്ല, പിന്നെ ഈ കാലെടുക്കുമ്പോൾ കഴിക്കുന്നു. സ്പീഡ് ചെയ്താലോ? സ്പീഡ് ചെയ്യാൻ കിട്ടുന്നില്ല, പതുക്കെ പതുക്കെ ചെയ്തേ. പാട്ടാരെങ്കിലും ഇടുവോ? ഉണ്ടോ? പാട്ടുണ്ടോ? സോങ് ഇടാനുള്ള വകുപ്പുണ്ടോ? കയ്യോ എങ്ങനെ തന്നെ ചെയ്യും. എന്റെ മോക്കിൽ എന്തിരി കൊണ്ടുതരും. ഉടലും വീലും നീ മൂടിയ നേരം ശ്വാസം മറ്റൊന്നേ പിടയുന്നേ. പറയും വാക്കും നിൻ കണ്ണില നോക്കുന്നേ കൊല്ലുന്നേ ഉറങ്ങുന്നേ. ക്ഷീണിച്ചേ പകരം ഞാൻ എന്തു തരാനായി, ഒന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ട് യുദ്ധമേ. മരണം വരെ നീയോട്ട് ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ പിടയുന്നേ. കൂടപ്പാട് പറയും വാക്കും നിൻ കണ്ണില് നോക്കും വെള്ളെ കൊല്ലുന്നേ ഒരുക്കുന്നേ. ക്ഷീണിച്ചേ പകരം ഞാൻ എന്തു തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തൂക്കിൽ നിന്നുണ്ട് വെക്കാമാമേ. മരണം മരണി